السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين. ثم الصلاة والسلام على النبي الأمي الأمين وعلى آله وأصحابه ومن استنى بسنته إلى يوم الدين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. വളരെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, 5ാം ക്ലാസ് പൊതുപരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയാണ്. അറബിയിലെ 4 പാഠങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു. 5ാമത്തെ പാഠം ഒരു പോയമാണ്, ഒരു പദ്യമാണ്. ഉഹിബ്ബുൽ ഈദ. ഉഹിബ്ബു എന്ന് പറഞ്ഞാൽ ഐ ലവ്, അൽ ഈദ്, ഈദ് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ. അപ്പോൾ ഞാൻ പെരുന്നാളിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഈ പോയം, ഈ പദ്യത്തിൻ്റെ പേര്, ക്യാപ്ഷൻ. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഒരു പോയം കേൾക്കാം. ഉഹിബ്ബുൽ ഈദ മിൻ ഖൽബി وأنعم فيه بالحب وأدعو فيه أحبابي لنسعد فيه بالقرب ترانا فيه كالطير إذا نهضت مع الفجر ونرجو أن يعود لنا بكل الحب والخير فعد يا عيد بالبشرى فأنت الفرحة الكبرى وجمع كل أحبابي لنصنع في غد فجرا أحب العيد من قلبي وأنعم فيه بالحب وأدعو فيه أحبابي لنسعد فيه بالقرب. മാഷാ അല്ലാഹ്, വളരെ ഭംഗിയായിട്ട് ഈ പദ്യം പാടുന്നത് നമ്മൾ കേട്ടു. ഇനി നമുക്ക് ഈ പദ്യത്തിൽ ഓരോ ലൈനുകളും അതിൻ്റെ മീനിങ്സ് എന്താണ് എന്ന് നോക്കാം. പാടിയാൽ മാത്രം പോരല്ലോ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. ഓക്കെ, ഉഹിബ്ബുൽ ഈദ മിൻ ഖൽബി. ഉഹിബ്ബുൽ ഈദ്, ഞാൻ പെരുന്നാളിനെ ഇഷ്ടപ്പെടുന്നു. ഐ ലവ് ഈദ് മിൻ ഖൽബി, എൻ്റെ ഹൃദയം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെരുന്നാൾ. വഅൻഅമു ഫീഹി ബിൽ ഹുബ്ബി. അൻഅമു എന്ന് പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്യുന്നു, ഫീഹി അതിൽ, അഥവാ പെരുന്നാളിൻ്റെ ദിവസം, ബിൽ ഹുബ്ബി ഇഷ്ടത്തോടു കൂടി. വഅദ്ഉ ഫീഹി അഹ്ബാബി. അദ്ഉ ഞാൻ വിളിക്കുന്നു, ഐ കോൾ, ഫീഹി അതിൽ, അഥവാ പെരുന്നാളിൻ്റെ ദിവസം, അഹ്ബാബി എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും ഞാൻ വിളിക്കുന്നു. ലിനസ്അദ ഫീഹി ബിൽ ഖുർബി. അവരുടെയൊക്കെ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആളുകളെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് കാരണം അവരൊക്കെ സാമീപ്യം എനിക്ക് സന്തോഷം തരാൻ വേണ്ടി. തറാന ഫീഹി കത്വൈരി. തറാന നിങ്ങൾക്ക് ഞങ്ങളെ കാണാം, ഫീഹി അതിൽ, അഥവാ പെരുന്നാളിൻ്റെ ദിവസം, കത്വൈരി കിളികളെപ്പോലെ. ഏത് സമയം, എങ്ങനെയുള്ള കിളികൾ? ഇദാ നഹദത് മഅൽ ഫജ്രി. ഇദാ നഹദത് എണീറ്റാൽ, മഅൽ ഫജ്രി ഫജറിന്റെ സമയത്ത്. അപ്പൊ രാവിലെ എണീക്കുന്ന സമയത്ത് കിളികൾക്ക് ഉണ്ടാവുന്ന ഒരു ഉന്മേഷം, ഉത്സാഹം ഉണ്ടല്ലോ, അതുപോലെ ഭയങ്കര ആവേശത്തോടു കൂടി ഞങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പെരുന്നാളിന്റെ ദിവസം. വനർജു അൻ യഊദ ലനാ. നർജു വി വിഷ്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അൻ യഊദ ലനാ മടങ്ങി വരാൻ ഞങ്ങളിലേക്ക്, ബികുല്ലിൽ ഹുബ്ബി വൽ ഖൈരി എല്ലാ നന്മകളും സ്നേഹങ്ങളുമായിട്ട് പെരുന്നാൾ വീണ്ടും വീണ്ടും ഞങ്ങളിലേക്ക് വരാൻ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഫഉദ് യാ ഈദു ബിൽ ബുഷ്റ. ഫഉദ്, അതുകൊണ്ട് നീ മടങ്ങി വരണം. സോ യു ഷുഡ് കം ബാക്ക്. യാ ഈദു, പെരുന്നാളെ നീ മടങ്ങി വരണം. ബിൽ ബുഷ്റ, നല്ല ഗുഡ് ന്യൂസുകളുമായിട്ട്, സന്തോഷ വാർത്തകളുമായിട്ട്. ഫഅൻത, ബിക്കോസ് യു ആർ അൽ ഫർഹത്തുൽ കുബ്ര. യു ആർ ദ ബിഗ്ഗസ്റ്റ് ഹാപ്പിനെസ്. നീയാണ് ഏറ്റവും വലിയ സന്തോഷം. പെരുന്നാളിനോട് സംസാരിക്കുന്ന പോലെ പറയാണ്. അടുത്ത ലൈന്, വനജ്മഉ കുല്ല അഹ്ബാബി. നജ്മഉ, നമുക്ക് ഒരുമിപ്പിക്കാം, ഗാദർ ചെയ്യാം. കുല്ല അഹ്ബാബി, എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാം. ലിനസ്നഅ, എന്തിനു വേണ്ടി? ഉണ്ടാക്കാൻ വേണ്ടി. ഫീ ഗദിൻ ഫജ്റ, നല്ല ഒരു നാളെ ഉണ്ടാക്കാൻ വേണ്ടി. മീൻസ് ഭാവി നല്ല രൂപത്തിലാക്കാൻ വേണ്ടി എല്ലാവരെയും നല്ല വിഷയത്തിൽ, നല്ല കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഉഹിബ്ബുൽ ഈദ മിൻ ഖൽബി വഅൻഅമു ഫീഹി ബിൽ ഹുബ്ബി. ഉഹിബ്ബുൽ ഈദ മിൻ ഖൽബി, ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് പെരുന്നാളിനെ
ഇഷ്ടപ്പെടുന്നു. വഅൻഅമു ഫീഹി ബിൽ ഹുബ്ബി, ആ ദിവസം ഞാൻ എന്ത് ചെയ്യുന്നു, വളരെ സ്നേഹത്തോടു കൂടി സന്തോഷിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്നു. വഅദഉ ഫീഹി അഹ്ബാബി, ആ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ, എൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ വിളിക്കുന്നു. ലിനസ്അദ ഫീഹി ബിൽ ഖുർബി, അവരുടെയൊക്കെ സാമീപ്യം കാരണം സന്തോഷിക്കുവാൻ വേണ്ടി. ലിനസ്അദ എന്ന് പറഞ്ഞാൽ ടു ബി ഹാപ്പി എന്നാണ് അർത്ഥം. ഇതിൻ്റെ മലയാളം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് അത് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി അടുത്ത തദ്രീബാത്ത് എക്സസൈസുകൾ. ആദ്യത്തേത് നമ്മൾ എത്ര ലൈനുകളാണോ ഹിഫ്ളാക്കിയത് അത് അതിൻ്റെ നേരെ ടിക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ബൈറ്റുൻ ഒരു ലൈന്, ബൈത്താനി 2 ലൈനുകൾ, സലാസത്തു അബിയാത്ത് 3 ലൈനുകൾ, അർബഅത്തു അബിയാത്ത് 4 ലൈനുകളാണെങ്കിൽ അത് ഖംസത്തു അബിയാത്ത് 5 ലൈനുകൾ, സിത്തത്തു അബിയാത്ത് 6 ലൈൻസ്. അപ്പോൾ മുഴുവൻ ഹിഫ്ളാക്കിയിട്ടുണ്ടെങ്കിൽ അവസാനത്തേൻ്റെ മുമ്പിൽ തന്നെ ടിക്കിടാം. എല്ലാവരും അവസാനത്തെ തന്നെ ടിക്കിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി രണ്ടാമത്തെ എക്സസൈസ്, നക്തശിഫുൽ അബിയാത്തിൽ മുനാസിബത്തി ലിത്തസ്ലിഹാത്തി താലിയ, താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾക്ക് സ്യൂട്ട് ആയിട്ടുള്ള മീനിങ് വരുന്ന ലൈനുകൾ കണ്ടെത്താണ്. ഒന്നാമത്തെ, അദ്ഉ അസ്ദിഖാഇ യൗമൽ ഈദി ഇലാ ബൈതി. അദ്ഉ, ഐ കോൾ, അസ്ദിഖാഇ മൈ ഫ്രണ്ട്സ്, യൗമൽ ഈദ് പെരുന്നാളിന്റെ ദിവസം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുന്നു, ഇലാ ബൈതി എൻ്റെ വീട്ടിലേക്ക്. എവിടെയാണുള്ളത്? രണ്ടാമത്തെ ലൈന്, അദ്ഉ ഫീഹി അഹ്ബാബി ലിനസ്അദ ഫീഹി ബിൽ ഖുർബി, ഇതാണ് ആ മീനിങ് വരുന്ന ലൈൻ. രണ്ടാമത്തെ, അൽ ഈദു ഫർഹത്തുൻ കുബ്റ, ദ ഡേ ഓഫ് ഈദ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഹാപ്പിനെസ്, പെരുന്നാളിന്റെ ദിവസമാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന അർത്ഥത്തിൽ വരുന്നത്. എവിടെയാണ്? അഞ്ചാമത്തെ ലൈനിൽ കാണാം, ഫഅൻതൽ ഫർഹത്തുൽ കുബ്റ എന്നുള്ളതാണ് ആ മീനിങ് വരുന്ന ലൈൻ. മൂന്നാമത്തെ, അസ്തയഖിദു യൗമൽ ഈദി മുബക്കിറൻ കത്തുയൂരി, അസ്തയഖിദു ഞാൻ എണീക്കുന്നു, യൗമൽ ഈദ് പെരുന്നാളിന്റെ ദിവസം, മുബക്കിറൻ നേരത്തെ, കത്തുയൂരി പക്ഷികളെ പോലെ, നമ്മൾ പറഞ്ഞല്ലോ കിളികളെ പോലെ പെരുന്നാളിന്റെ ദിവസം ഞങ്ങളെ വളരെ ആവേശത്തോടു കൂടി കാണാമെന്നുള്ളത്. പെരുന്നാളിന്റെ ദിവസം കിളികളൊക്കെ എഴുന്നേൽക്കുന്ന പോലെ വളരെ നേരത്തെ തന്നെ ഞങ്ങൾ എണീറ്റ് തയ്യാറാവുന്നത് നിങ്ങൾക്ക് കാണാം എന്നർത്ഥം. അപ്പൊ അത് എവിടെയുള്ളത്? മൂന്നാമത്തെ ലൈന്, തറാന ഫീഹി കത്വൈരി ഇദാ നഹദത് മഅൽ ഫജ്രി എന്നുള്ളതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത എക്സസൈസ് പേജ് നമ്പർ 24 കാണാം. നുലാഹിദുൽ ഫിഅലൈനിൽ ആതിയൈനി വനസ്തഖ്രിജ് മിനൽ ഖസീദതി അഫ്ആലൻ മുമാസില. താഴെ 2 വേർബുകൾ തന്നിട്ടുണ്ട്. അതുപോലെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വേർബുകൾ നമ്മളെ ലെസണിൽ നിന്ന് കണ്ടെത്താണ്. എന്താണ് ഈ വേർബുകളുടെ, ഈ ക്രിയകളുടെ പ്രത്യേകത? ഉഹിബ്ബു, ഉഹിബ്ബു എന്ന് പറഞ്ഞാൽ ഐ ലവ് എന്നാണ് അർത്ഥം. അപ്പൊ ഇത് ഐ എന്ന അഥവാ ഞാൻ എന്ന അർത്ഥത്തിൽ വരുന്നതാണ്, ഞാൻ ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ വരുന്നതാണ്. അടുത്തതോ നസ്അദു, വി എൻജോയ്, ഞങ്ങൾ സന്തോഷിക്കുന്നു. അപ്പൊ ഇത് ഞങ്ങൾ എന്നാണ്, രണ്ടും ഫസ്റ്റ് പേഴ്സൺ ആണ്. ഒന്ന് ഏകവചനാണ് ഞാൻ, രണ്ടാമത്തെ നസ്അദു ഞങ്ങൾ എന്നുമാണ്. അപ്പൊ ഞാൻ എന്ന അർത്ഥത്തിൽ വരുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ വരുന്ന പ്രസന്റ് ടെൻസുകൾ ഈ ലെസണിൽ വന്ന ഏതൊക്കെയാണ്? ഒന്ന് ഉഹിബ്ബു നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ അൻഅമു, അത് അതിന്റെ താഴെ നമുക്ക് എഴുതാം. അതേപോലെ തന്നെ ഉഹിബ്ബു എന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അദ്ഉ എന്നും അതിന്റെ താഴെ നമുക്ക് എഴുതാം. അദ്ഉ, ഐ കോൾ, ഞാൻ വിളിക്കുന്നു എന്നുള്ളത്. ഇത് രണ്ടുമാണ് അതിന്റെ താഴെ നമുക്ക് എഴുതാൻ പറ്റുന്നത്. പിന്നെ നസ്അദു, നസ്അദു എന്നുള്ളതിന്റെ താഴെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് നർജു എന്നുള്ളത്. നർജു, വി വിഷ്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ നസ്നഉ, ഞങ്ങൾ ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ നജ്മഉ, ഞങ്ങൾ ഒരുമിപ്പിക്കുന്നു. അപ്പൊ ഈ 3 എണ്ണവും അതിന്റെ താഴെ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി അടുത്ത എക്സസൈസ്, ചില ലൈനുകൾ അവിടെ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. വനർജു അൻ യഊദ ലന, നർജു വി വിഷ്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അൻ യഊദ ലന, ഞങ്ങളിലേക്ക് പെരുന്നാൾ വീണ്ടും വീണ്ടും മടങ്ങി വരാൻ വേണ്ടി. ബികുല്ലിൽ ഹുബ്ബി വൽ ഖൈരി, എല്ലാ സ്നേഹത്തോടെ അതുപോലെ തന്നെ നന്മയോടും കൂടി എന്ന്. അടുത്ത് രണ്ടാമത്തെ, ഉഹിബ്ബുൽ ഈദ മിൻ ഖൽബി, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ഈദിനെ പെരുന്നാളിനെ ഇഷ്ടപ്പെടുന്നു. വ ഡാഷ് ഫീഹി ബിൽ ഹുബ്ബി വ അൻഅമു ഫീഹി ബിൽ ഹുബ്ബി എന്നാണ് അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ്, ഫഉദ് യാ ഈദു, പെരുന്നാളെ നീ മടങ്ങി വരണം. എന്തുകൊണ്ട്? ബിൽ ബുഷ്റ, സന്തോഷ വാർത്തയും കൊണ്ട്. ഫഅൻത, ബിക്കോസ് യു ആർ ഡാഷ് അൽ കുബ്റ, ഫഅൻതൽ ഫർഹത്തുൽ കുബ്റ, നീയാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അൽ ഫർഹതു എന്നാണ് അവിടെ എഴുതേണ്ടത്. ലാസ്റ്റത്തെ ഇത് കാണാം, അൽ മുഅജം ഡിക്ഷണറി, കുറച്ച് പുതിയ പദങ്ങൾ. അഹബ്ബ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം, പാസ്റ്റ് ടെൻസ്. അതിന്റെ പ്രസന്റ് ടെൻസ് ആണ് യുഹിബ്ബു, ഇഷ്ടപ്പെടുന്നു.
അടുത്ത സഈദ. സഈദ എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു, ബിക്കെയിം ഹാപ്പി അല്ലെങ്കിൽ എൻജോയ്ഡ്. അതിൻ്റെ പ്രസന്റ് ടെൻസ് ആണ് യസ്അദു എന്നുള്ളത്. അടുത്ത നഹദ. നഹദ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റു. യൻഹദു എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുന്നു, അതിൻ്റെ പ്രസന്റ് ടെൻസ്. അടുത്ത റജ. റജ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു, പ്രതീക്ഷിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ പ്രസന്റ് ടെൻസ് ആണ് യർജു. നെക്സ്റ്റ് ആദ. ആദ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ് അർത്ഥം. അതിൻ്റെ ഫിഅ്ലു മുദാരി ആണ് യഊദു എന്നുള്ളത്. അപ്പോൾ ഈ ലെസണിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം പ്രസൻറ്റും അതുപോലെ തന്നെ പാസ്റ്റുമാണ്. ഫിഅ്ലു മാദി അതുപോലെ തന്നെ ഫിഅ്ലു മുദാരി. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. അഹബ്ബ യുഹിബ്ബു, സഈദ യസ്അദു, നഹദ യൻഹദു, റജ യർജു, ആദ യഊദു. ലാസ്റ്റ് ഇത് ഫർഹത്തുൻ. ഫർഹത്തുൻ എന്ന് പറഞ്ഞാൽ സന്തോഷം, ഹാപ്പിനെസ് എന്നാണ് മീനിങ്. അപ്പോൾ ഇതാണ് 5ാമത്തെ ലെസൺ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് 6ാമത്തെ ലെസൺ എടുക്കാം. അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും നല്ല രൂപത്തിൽ സ്കോർ ചെയ്യാൻ വേണ്ടി നല്ല രൂപത്തിൽ പഠിക്കുക. അറബിയാണ് നമ്മൾ പഠിക്കുന്നത്, പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയാണ്. ഇത് പഠിക്കുമ്പോൾ നമുക്ക് ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പോൾ ആ ഒരു നല്ല നിയ്യത്തോടു കൂടിയാകണം നമ്മുടെ പഠനം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മക്കളായിട്ട് വളരാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ റസൂലിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.